ഗൈസ് ദേ പോണം. എന്താ കാണാൻ ഭയങ്കര മഴ വരുന്നുണ്ട്. അപ്പോൾ ഒരു റെയിൻ കോട്ട് വാങ്ങാൻ വിചാരിച്ചു. അടുത്ത് പോകാം. നമ്മുടെ കോട്ട കഴിക്കുന്നത് റൈറ്റ് സൈഡിൽ വലിയൊരു പശു, എന്താ പറയുക, പശു ആളൊരു കടേൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. എന്തിനാണാവോ? ഇതിന് മുന്നേ ഞാൻ കണ്ട് കടേൻ്റെ മുന്നിൽ, ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ പശു നിൽക്കണം. ഇവിടുന്ന് എന്തോ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കിട്ടും എന്നുള്ള പ്രതീക്ഷ ആ മുഖത്തുണ്ട്. നോക്ക്, ഇപ്പം തരുമായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. റെയിൻകോട്ട് കിട്ടി. ബേക്കറി ചെന്നിട്ട് റെയിൻകോട്ട് കഴിച്ചാൽ എങ്ങനെ കിട്ടാം? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഈ ക്യാപ്ഷൻ കത്തി നിന്ന് ട്രെൻഡിങ് ആയ ടൈമിൽ ഞങ്ങൾക്ക് ഊട്ടിയിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാണ്ട് ഊട്ടി വരെ ഒന്ന് പോയി കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ യുവർ അഫ്സി, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. കൃഷി കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുട്ടാപ്പി അവിടെ നിന്നിട്ട് എനിക്ക് ഹായ് ഒക്കെ തന്നു. അപ്പോൾ ആ കുട്ടാപ്പീനെ കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. ഉണ്ട് കേട്ടോ കുട്ടാപ്പി, നമുക്ക് നോക്കാം. ബാ വരുന്നുണ്ട്. മേലേന്ന് ഞങ്ങളെ കണ്ടിട്ട് ഹായ് ഒക്കെ കാണിച്ചാളാ. വാ, പേടിയാണോ? പിടിക്ക്. കേരള അങ്ങനെയാണോ? ഇല്ലടാ. പോണോ? അങ്ങോട്ട് പോണോ? അതാണ് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവിടുന്ന് എല്ലാവരും ഇങ്ങനെ വിളിക്കണേ ആണോ? ചോക്ലേറ്റ് ഇല്ലല്ലോ ആൻറ്റീൻ്റെ കയ്യില്. ട്രിപ്പ് അടിക്കാന്. അവന്റെ പേരെന്താ പറയുക? മണി മണിന്നാണോ? അവന് വീട് കാണിച്ചു തരും. നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. നമുക്ക് ക്യാബേജ് തരാന്ന് പറഞ്ഞു കേട്ടോ. പോയി നോക്കാം. ഇതവരുടെ വീടാണ്. ഇതാണോ അവൻ്റെ വീട്? ഇതിലേ പോണോ? ഇതിലേ പോണോ? ഇത് വരുന്നുണ്ട് കൂടെ. ഒന്ന് മതി. ഇവരെന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഇതാ ഇത് വരയ്ക്കുന്നൊക്കെ. അമ്മ ചീത്തറിയുന്നുണ്ട്. ഞാൻ മേലെ നോക്കുമ്പോ ഒരു തല മാത്രം അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഹായ് പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഹായ്, ഇങ്ങോട്ട് വാ നിന്നോട്. എന്നാ പോവാ. ഇതുണ്ട മൾബരി. എത്ര വയസ്സ്? ಅವನು ಅವ್ರಿಗೆ ಕೊಡ್ತಾನೆ ಇಲ್ಲ. ಅವನೇ തിന്നോട്ടെ. മതി മതി. കൊഞ്ചം പോകുന്നുണ്ടോ? കേരള പോണോ? കേരളത്തിൽ വരാറുണ്ടോ? കേരളത്തിൽ കേരള സൈഡ് സ്ഥലം എവിടെയാന്നറിയോ? കോട്ടയം
ബോട്ടസ് ഊട്ടി ബോട്ടസ് ഓക്കെ 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 ആ നല്ല രസമായിരിക്കും ഭയങ്കര വിടില്ല. മതി 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 നമുക്ക് കുറെ പറിച്ചുണ്ട്. ഇതൊക്കെ പുതിനച്ചപ്പ, ഇതൊക്കെ പുതിനച്ചപ്പ. കേട്ട് കണ്ടുണ്ട്. പോട്ടെ, ടാറ്റ ടാറ്റ. ബൈ മാഡം, ബൈ ബൈ ബൈ, സീ യു. റോട്ടിൽ കൊണ്ടുപോയി ടാറ്റ ബൈ ബൈ ബൈ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും അടുത്തൊരു ഫാമിലീൻ്റെ വീട്ടിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് വന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു തലേദിവസം രാത്രി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊന്ന് വണ്ടി സൈഡാക്കി വെച്ചതായിരുന്നു, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് വാവനെ കാണുന്നതും അവരുടെ ഇടയിലേക്ക് പോകുന്നതും. അടിപൊളിയായിട്ട് അവരുടെ ഇടയിൽ കുറച്ച് സമയം ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ചില്ല് ചെയ്തിട്ട് കയറി വന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഇത് തന്നെയാണ് ഞങ്ങളെ ഈ ഒരു യാത്രനെ അടിപൊളിയാക്കിയത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചില യാത്രകളൊക്കെ നമുക്ക് രക്തബന്ധത്തിനേക്കാളും വലിയ ബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് എത്ര വലിയ സത്യമായ വാക്കാണെന്ന് എനിക്കിപ്പോൾ ഈ യാത്രയിലൂടെ മനസ്സിലായി കേട്ടോ. ഞങ്ങളിനി ഒരിക്കൽ കൂടി അവരെ കാണാനായിട്ട് പോകും. കുറച്ച് പ്ലാൻഡായിട്ട് അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളിനി പോകുന്നതായിരിക്കും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇനി പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.